എന്തൊക്കെ പറഞ്ഞാലും ഭാവനാസമ്പന്നനും പ്രായോഗികമതിയുമാണ് നമ്മളുടെ ഡൊണാൾഡ് ട്രംപ്. കാര്യങ്ങൾ നേരെ വാ നേരെ പോയെന്ന് സംസാരിക്കുന്ന ഒരാൾ. ഇദ്ദേഹം അമേരിക്കൻ പ്രസിഡൻറ്റിൻ്റെ വിമാനമുണ്ട്, എയർഫോഴ്സ് 1. ആ വിമാനത്തിൽ വെച്ച് കൊടുത്ത ഒരു ഇൻ്റർവ്യൂവിൽ ഈ ഇസ്രായേൽ ഹമാസ് പ്രശ്നത്തിന് ഒരു പെർമനൻറ്റ് സൊല്യൂഷൻ പുള്ളി നിർദ്ദേശിച്ചു. ആ നിർദ്ദേശം എത്ര കണ്ട് ഗൗരവമാണ് എന്നൊക്കെ ഉള്ളത് പിന്നാലെ വരുള്ളൂ. ബട്ട് നിർദ്ദേശം കേട്ടപ്പോൾ അത് കൊള്ളാമെന്ന് എനിക്ക് തോന്നി. ട്രംപ് പറയുന്നത് ഈ ഗാസ എന്ന് പറയുന്ന സ്ഥലം ബോംബിട്ട് മിസൈലിട്ട് തകർത്ത് പണ്ടാറടങ്ങി നശിഞ്ഞ് കിടക്കുകയാണ്. അവിടെ മനുഷ്യന് താമസിക്കാൻ കൊള്ളില്ല. അവിടെ മനുഷ്യർ ദിവസവും മരിച്ചു വീഴുന്നു. നിങ്ങൾ വെടിനിർത്തൽ നടത്തി, ശരി, വെടിവെച്ച ആളെ കൊല്ലില്ല, തന്നെത്താൻ ചത്തു പോകുമല്ലോ. നേരത്തെ വെടികൊണ്ടവർ, മറ്റസുഖങ്ങളുള്ളവർ, താമസിക്കാൻ സ്ഥലമില്ലാത്തവർ, വീട് മുഴുവൻ ഇടിഞ്ഞു പോയില്ലേ ബോംബ് വീണിട്ട്? എത്ര കെട്ടിടങ്ങൾ, എന്തെല്ലാം തകർച്ചയുണ്ടായി. ഞാൻ നിങ്ങളോട് പറഞ്ഞല്ലോ, ഏകദേശം 60,000 ആൾക്കാർ മരിച്ചു, 1,00,000-ഓളം പേര് പരിക്കേറ്റ് അവശനിലയിൽ ആശുപത്രിയിൽ, അഭയാർത്ഥി ക്യാമ്പിൽ, വഴിയരികിലൊക്കെ ആയിട്ട് കിടക്കുകയാണ് ഗാസയിൽ. അപ്പോൾ ട്രംപ് പറഞ്ഞു, ഗാസ കംപ്ലീറ്റ് പുനർനിർമ്മിക്കണമെങ്കിൽ ഈ ആൾക്കാരെ അവിടെ നിന്ന് മാറ്റി താമസിപ്പിക്കണം. ആളുകളെ അവിടെ മൈതാനത്ത് കിടത്തിയിട്ടൊന്നും ഈ പുനർനിർമ്മാണം സാധ്യമല്ല. അതുകൊണ്ട് ജോർഡാനും ഈജിപ്തും ഇതുപോലെയുള്ള മുസ്ലിം രാജ്യങ്ങൾ ഈ ഗസയിലെ മുസ്ലിങ്ങളെ അഥവാ പാലസ്തീനികളെ നിങ്ങൾ തൽക്കാലം ഒന്ന് കൊണ്ടുപോയി താമസിപ്പിക്കണം. അപ്പോൾ ഞാൻ ഈ ഗസയൊക്കെ ഒന്ന് റെഡിയാക്കി എടുത്തിട്ട് അവർക്ക് വേണമെങ്കിൽ തിരിച്ചു വരാം, അല്ലെങ്കിൽ അവിടെ താമസിക്കാം. നിങ്ങൾ എടുത്തോന്നിവരെ. അത് നല്ലൊരു സജഷനല്ലേ? കാരണം ഈജിപ്റ്റ് സുന്നികളുടെ രാജ്യമാണ്, ജോർഡാനും അതുപോലെയാണ്. ജോർഡാൻ രാജാവ് നേരത്തെ ഞാനിതിലൊന്നുമില്ല കേട്ടോ എന്ന് പറഞ്ഞ് മാറി നിന്ന ആളാണ്. പുള്ളി ഒരു അടിവഴക്കിനോ കച്ചറയ്ക്കോ ഇസ്ലാമിൻ്റെ മസിൽ പിടിപ്പിക്കാനോ ഒന്നുമില്ലാതെ ശാന്തമായിട്ട് ജീവിച്ചു പോവുകയാണ്. പക്ഷേ ട്രംപ് പറയുന്നത് ജോർഡാൻ ഓൾറെഡി കുറേയധികം അഭയാർത്ഥികളെ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഒരു ജീവകാരുണ്യ പ്രവർത്തനം എന്നുള്ള നിലയ്ക്ക് കുറച്ച് പേരെ ജോർഡാൻ എടുത്തിട്ടുണ്ട്. ട്രംപ് ജോർഡാൻ രാജാവിനെ വിളിച്ചിട്ട് അങ്ങേരെ അഭിനന്ദിച്ചു. തോന്നി ചേട്ടൻ ചെയ്തത് ഒരു പുണ്യകർമ്മമാണ്. എന്തൊക്കെ പറഞ്ഞാൽ അത്താഴപ്പഴനിക്കാരാണ് ആ പാവം. അത്താഴ മാത്രമല്ല, ഒന്നും കിട്ടാനില്ല. അങ്ങനെയുള്ള റെഫ്യൂജികളെ ചേട്ടൻ കൊണ്ടുവന്ന് താമസിപ്പിച്ചത് നല്ല കാര്യം. ബാക്കി കുറേ എണ്ണത്തെ കൂടെ എടുത്തോ. അവിടെ സ്ഥലമുണ്ടല്ലോ ജോർഡാനിൽ. പിന്നെ നിങ്ങളുടെ മതക്കാരാണ്, നിങ്ങളുടെ വിഭാഗക്കാരാണ്, പ്രശ്നമൊന്നുമില്ല. പക്ഷേ ജോർഡാൻ രാജാവിനെ അറിയാം പ്രശ്നമില്ല എന്നല്ല, ഇവർ പ്രശ്നക്കാരാണ്. ഇവരെവിടെ പോയി കഴിഞ്ഞാലും അവിടെ കിടന്ന് പ്രശ്നം ഉണ്ടാക്കും. അതാണ് ഇവരുടെ സ്വഭാവം. അല്ലെങ്കിൽ ഇതൊക്കെ നേരത്തെ ചെയ്യാവുന്ന കാര്യമാണ്, ഇല്ലേ? ഇപ്പോൾ പാലസ്തീൻ എന്ന് പറഞ്ഞൊരു രാജ്യം വേണം. ആ ഇസ്രായേലുമായിട്ട് കിടന്ന് അടിച്ച് ബഹളം വയ്ക്കാതെ നിനക്കൊരു കാര്യം ചെയ്യും, നിനക്കൊരു 500 ഏക്കർ സ്ഥലം ഞാൻ തന്നേക്കാം എന്ന് പറഞ്ഞിട്ട് ജോർഡാനും ഈജിപ്റ്റും ഒക്കെ കൂടിയിരുന്നെങ്കിൽ ഇതിന് നമ്പണ്ടേ പാലസ്തീൻ ഉണ്ടായിപ്പോയേനെ, ഇല്ലേ? 1948 ഇസ്രായേൽ ഉണ്ടാകുമ്പോൾ തന്നെ പാലസ്തീനും ഉണ്ടാക്കാമായിരുന്നു. അന്നത്തെ നെഗോസിയേഷനിൽ പാലസ്തീൻ എന്ന് പറഞ്ഞിട്ടൊരു രാജ്യം വേണമെന്ന് ഇസ്രായേൽ അന്ന് സമ്മതിക്കുക. കാരണം അവർക്ക് എങ്ങനെയെങ്കിലും ഒരു രാജ്യം അവർക്കൊന്ന് കാലുകുത്താനുള്ള സ്ഥലമാണ് അവരന്വേഷിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ അവരെ അങ്ങ് ഇല്ലാതാക്കുക എന്നുള്ളതായിരുന്നു ഈ ടീമിൻ്റെ ആവശ്യം. അത് നടന്നില്ല. 67 യുദ്ധം കഴിഞ്ഞപ്പോൾ ഇസ്രായേൽ ഒന്നുകൂടെ വികസിച്ചു. അതോടെ ഇവരെല്ലാം തളർന്നു, ഓരോരുത്തരായിട്ട് പിന്മാറി. സിറിയ കുറേ നാൾ ചൊറിഞ്ഞുകൊണ്ടിരുന്നു, സിറിയ ചൊറിച്ചിൽ നിർത്തി. ലെബനൻ നിർത്തി. ഹിസ്ബുള്ള വഴിക്ക് ചില ഓപ്പറേഷൻസ് ഇറാൻ്റെ സഹായത്തോടെയൊക്കെ അല്ലാതെ വേറെ ലെബനൊന്നും ചെയ്യാതെയായി. ഈജിപ്റ്റ് ന്യൂട്രലായി, ജോർദാൻ കൈകഴുകി. ഇങ്ങനെയൊക്കെയാണ് ഈ സംഭവം നീണ്ടു പോയത്. ഇപ്പോൾ ട്രംപ് പറയുന്നത് ന്യായമായൊരു കാര്യമാണ്. ട്രംപ് പറയുന്നു, എത്രയുണ്ടടാ ഈ ഗസയിലെ ആളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 15 ലക്ഷം, ഏറിയാൽ 20 ലക്ഷം. പുള്ളി 10 ലക്ഷം അല്ലെ 15 ലക്ഷം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഒരു 5 ലക്ഷം കൂടെ എൻ്റെ പോക്കറ്റിൽ നിന്നിടാം. 20 ലക്ഷം ആളുണ്ടെന്ന് വെച്ചു. 20 ലക്ഷം പേരെ കൊണ്ടുപോയി താമസിപ്പിക്കാൻ
ഈജിപ്തിന് പ്രയാസമില്ല, ജോർഡാന് പ്രയാസമില്ല. ഈജിപ്തും ജോർഡാനും കൂടെ വിചാരിച്ചു കഴിഞ്ഞാൽ നിഷ്പ്രയാസം സാധിക്കും. എന്താ അത് ചെയ്യാത്തത്? ജോർഡാൻ കുറച്ച് പേരെ എടുത്തു. ഏതായാലും ട്രംപ് ഇപ്പോൾ പറയുന്നത് താൽക്കാലികമായിട്ട് നിങ്ങൾ ഇവരെ ഒന്ന് താമസിപ്പിക്കുക, അപ്പോഴത്തേക്ക് ഇസ്രായേൽ ഈ ഗാസയൊക്കെ റെഡിയാക്കും, എന്നിട്ട് അവർ തിരിച്ചു വന്നോട്ടെ. ഈ തിരിച്ചു വന്നോട്ടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ തിരിച്ചു വരാൻ ഗ്യാരണ്ടി ഒന്നുമില്ല. തിരിച്ചു വരാൻ ഇസ്രായേൽ ചിലപ്പോൾ സമ്മതിക്കില്ല. വെച്ചപ്പോഴേ വെച്ചു കൊച്ചപ്പൻ്റെ സേവ എന്ന് പറഞ്ഞാൽ ഇസ്രായേൽ പറയും പോയി കിട്ടി, അവിടെ കമ്പിവേലിയും കൂടെ ഇട്ട് അടച്ചുകളയും അവർ. ഈജിപ്തിലേക്ക് കടക്കാൻ 3 ഗേറ്റുണ്ട് ഈ ഇസ്രായേലിൽ നിന്ന്, ഇസ്രായേൽ അഥവാ ഗാസ ബോർഡറിൽ നിന്ന്. ഈ 3 ഗേറ്റും കമ്പിവേലിയിട്ട് ഇസ്രായേൽ അടച്ചു കളയും. അങ്ങനെ പിന്നെ ഇങ്ങോട്ട് കയറാൻ പറ്റില്ല എന്ന് പറയും. ഇങ്ങനെയുള്ള റിസ്ക്കൊക്കെ ഉണ്ട് ഇതിന്. എന്നാലും കാരണവർ പറഞ്ഞതിനകത്തൊരു കാര്യമുണ്ട്. ജോർഡാനാണെങ്കിലും ഈജിപ്റ്റ് ആണെങ്കിലും ഇവരെ എടുക്കുക, ഈ സംഗതിക്കൊരു അവസാനം വേണ്ടതെന്ന്. ഇതെത്ര കാലം ഇങ്ങനെ മടിയും പടക്കമൊക്കെ ആയിട്ട് കഴിയും. ഇപ്പം തന്നെ 60,000 പേര് മരിച്ചു. ഇതിങ്ങനെ വർഷം തോറും ആൾ മരിച്ച് ഈ 15 ലക്ഷം ഇല്ലാതാകുന്നവരെ ഈ യുദ്ധം നീട്ടിക്കൊണ്ട് പോകണം. അങ്ങനെ പറ്റുമോ? പറ്റുമായിരിക്കും. ഇസ്രായേലിന് അതിനുള്ള സാമർഥ്യവും വേർപിത്തൽസൊക്കെ ഉണ്ട്. കുറേശ്ശെ ആയിട്ട് ആൾക്കാരെ കൊന്ന് തീർക്കുക. ഒരു ദിവസം അവസാനത്തെ ഹമാസുകാരനും വെടിയേറ്റ് വീഴും, അഥവാ പാലസ്തീൻകാരൻ വെടിയേറ്റ് വീഴും. അതുവരെ ഇതിങ്ങനെ തുറന്നുകൊണ്ടിരിക്കുക. ബട്ട് അതൊന്നും ഒരു പ്രാക്ടിക്കൽ സൊല്യൂഷനല്ല. നല്ലത് ഇപ്പം ഈ ട്രംപ് പറയുന്ന കാര്യമാണ്. ട്രംപ് അത് നടത്തിയെടുക്കാനുള്ള നിശ്ചയദാർഢ്യമുണ്ട്. അതുകൂടാതെ ട്രംപ് പറഞ്ഞു, I would rather get involved with some of the Arab nations and build housing in a different location where they can maybe live in peace for a change. മറ്റ് അറബ് രാജ്യങ്ങളുമായിട്ടും സംസാരിച്ച് ഒരു സ്ഥലം കണ്ടുപിടിച്ച് ഇവരെ താമസിപ്പിച്ച് അവിടെ സമാധാനമായിട്ട് അവർ ജീവിച്ചോട്ടെ. അങ്ങനെയും ഒരു പ്ലാൻ എൻ്റെ മനസ്സിലുണ്ട്. അപ്പോൾ അദ്ദേഹത്തിന് സൗദി അറേബ്യയോട് സംസാരിക്കാം, UAE സംസാരിക്കാം, ഇവരോടൊക്കെ സംസാരിക്കാം. നമുക്ക് ഈ പണ്ടാരങ്ങളെ എവിടെയെങ്കിലും ഒന്ന് കുടിയിരുത്തണമല്ലോ. ഈ അർബുല ബാധിച്ചു കഴിഞ്ഞാൽ പിന്നെ എവിടെയെങ്കിലും ഒരു അണിതറച്ച് ഇതിനെ നിർത്തണ്ടേ. അപ്പോൾ അതിനൊരു സ്ഥലം തരേട്ടാന്നൊക്കെ പറഞ്ഞിട്ട് അവരുമൊക്കെ കൂടിയിട്ട് ഇവരെ പറഞ്ഞ് മനസ്സിലാക്കി. പറഞ്ഞാലൊന്നും ഇത് നിങ്ങൾക്ക് മനസ്സിലാവാൻ പോകുന്നില്ല. ഒരു കാര്യം, ഭൂലോകം നിലനിൽക്കുവോളം ഈ ഹമാസ്, ഹിസ്ബുള്ള, ഹൂത്തി, ഇവിടുത്തെ പോപ്പുലർ ഫ്രണ്ട്, ഈ സാധനങ്ങളൊക്കെ ഉണ്ടാകും. ഇതൊക്കെ ഒരു മന്താണ്. മന്ത് വന്നു കഴിഞ്ഞാൽ പിന്നെ അതിന് ചികിത്സയൊന്നും ഇല്ലല്ലോ. അതിങ്ങനെ വീർത്തവിടെ ഇരിക്കുക, അതും കൊണ്ട് ജീവിക്കുക മാർഗമുള്ളൂ. ഇടയ്ക്കിടയ്ക്ക് പനിയൊക്കെ വരും, ഇങ്ങനെ പോകും. ഇതാണ് ഇസ്ലാമിക ഫണ്ടമെൻ്റലിസത്തിന് സംഭവിക്കാൻ പോകുന്നത്. അല്ലാതെ ഈ പറഞ്ഞ മാതിരി ഇതങ്ങ് നിശ്ശേഷം ഇല്ലാതാകുകയും എല്ലാവരും ചേർന്ന് മനോഹരമായ സ്വർഗം പണിയുകയും അങ്ങനെയൊന്നും ഉണ്ടാകാൻ പോകുന്നില്ല. പ്രായോഗികമായൊരു സൊല്യൂഷൻ കണ്ടുപിടിക്കുക. അപ്പോൾ ട്രംപ് അതാണ് നോക്കുന്നത്. മറ്റുള്ളവരൊക്കെ ആയിട്ട് പറഞ്ഞിട്ട് ഇവരെ കൊണ്ടുപോയിട്ട് സമാധാനമായിട്ട് താമസിപ്പിക്കാം. അതാണ് ഇതിന് പരിഹാരം. ഇത് കൂടാതെ ഈ ചെയ്യുമ്പോഴുള്ള ഓരോ ചെയ്ത്തെ ഈ സമാധാനവും സംഗതിയൊക്കെ പറയുമ്പോഴും പുള്ളി 2000 പൗണ്ട് ബോംബ്, 2000 പൗണ്ട്സ് ബോംബ്, അത്ര വലിയ ബോംബ് എന്ന് വിചാരിച്ചാൽ മതി. ഇത് ബൈഡൻ കൊടുക്കാതെ വെച്ചിരുന്നത് ട്രംപ് റിലീസ് ചെയ്തു. ഇസ്രായേലിന് ഷിപ്മെൻറ്റ് പോട്ടെ. ബൈഡൻ ഇത് തടഞ്ഞു വയ്ക്കാൻ കാര്യം എന്താണെന്ന് വെച്ചാൽ ഇത് സിവിലിയന്മാർക്കെതിരെ ഉപയോഗിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഈ യുദ്ധത്തിൽ സിവിലിയന്മാരെ കൊല്ലാൻ പാടില്ല എന്നൊരു അലിഖിതമായ നിയമമുണ്ട്. പട്ടാളക്കാർക്ക് പട്ടാളക്കാരെ കൊല്ലാം, സിവിലിയൻസിനെ കൊല്ലാൻ പാടില്ല. അപ്പോൾ ഇസ്രായേൽ ഈ എണ്ണം ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കും. ഇപ്പോൾ 60,000 ഹമാസ് മരിച്ചു. അതിൽ ഹമാസ് പടയാളികൾ എത്ര, അതല്ലാത്തവരെത്ര, സ്ത്രീകളെത്ര, കുട്ടികളെത്ര എന്നൊക്കെ കണക്കുണ്ട്. ഇത് ഇൻ്റർനാഷണൽ റെഗുലേഷൻ്റെ ഉള്ളിലാണോ എന്ന് ഇസ്രായേൽ എപ്പോഴും മോണിറ്റർ ചെയ്ത്, കാരണം അവരെ തർക്കിച്ച് തോൽപ്പിക്കാനൊന്നും പറ്റില്ല. ഇൻ്റർനാഷണൽ കോടതി എന്നൊക്കെ പറയുമ്പോൾ അവിടെ ഇസ്രായേലും പോകും. ഇസ്രായേലിൻ്റെ കയ്യിൽ കൃത്യം കണക്കും വീഡിയോയും സംഗതിയൊക്കെ ഉണ്ട്. അവർ പറയും റേഷ്യോയിൽ താഴെ ഞങ്ങൾ നിർത്തിയിട്ടുള്ളൂ എന്ന് പറയും. അതുകൊണ്ടാണ് ഇസ്രായേൽ സമർത്ഥമായിട്ട് ഈ പേജർ സ്ഫോടനത്തിൻ്റെയൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ചോ, കൊലാറ്ററൽ ഡാമേജ് ഇല്ലാതെയാണ് ഇസ്രായേൽ ആൾക്കാരെ കൊല്ലുന്നത്. ആ പെർട്ടിക്കുലർ ആളെ മാത്രം പൊട്ടിച്ച് കളയുക, അയാളുടെ തൊട്ടടുത്ത് നിൽക്കുന്ന ആളിന് ഒരു പോറൽ പോലും സംഭവിക്കില്ല. ഇങ്ങനെയാണ് സിവിലിയനെ കൊല്ലാതെ പട്ടാളക്കാരെ മാത്രം കൊല്ലുന്ന പരിപാടി. എന്ത് ഭയങ്കോട്ടെ, ഈ 2000 പൗണ്ട് ബോംബൊക്കെ ഇവർ സിവിലിയന്മാരുടെ തലക്കിടും, അതുകൊണ്ട് കൊടുക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞ് ബൈഡൻ ഹോൾഡ് ചെയ്തിരുന്നു. ആ ബോംബ് മാത്രമല്ല,
വേറെയും കുറേ ബോംബുണ്ട്, MK-84 ബോംബ്, ആ ബോംബ് ഈ ബോംബ് എന്നൊക്കെ പറഞ്ഞിട്ട് വൻ ബോംബുകളാണ്. ഈ സാധനം കൊടുക്കാതെ വെച്ചിരുന്നു. ട്രംപ് അത് കൊടുത്തോളാം. ട്രംപിനോട് ചോദ്യം വന്നു, അതെന്താ മറ്റേ പുള്ളി കൊടുക്കാൻ, ചേട്ടൻ കയറി കൊടുത്തത് എന്തിനാ, ഈ പടക്കമൊക്കെ എടുത്ത് അവർ ആരുടെ നെഞ്ചത്തിൽ? പുള്ളി പറഞ്ഞു, എടാ ഞങ്ങൾ കാശ് മേടിച്ചതാണ്. കാശ് മേടിച്ചിട്ട് പിന്നെ സാധനം കൊടുക്കാതിരിക്കാൻ പറ്റുമോ? ട്രംപിൻ്റെ ചോദ്യം. ഇസ്രായേൽ അമേരിക്കയ്ക്ക് കാശ് കൊടുത്തതാണ്. കാശ് വാങ്ങിച്ച് പെട്ടിയിലിട്ട് പിന്നെ സാധനം തരില്ല എന്ന് പറഞ്ഞാൽ ആരെങ്കിലും സമ്മതിക്കുമോ? മാത്രമല്ല അങ്ങനെ ചെയ്യാമോ? പോക്കൃത്തരല്ലേ അത്, തറവാടികൾ അങ്ങനെ ചെയ്യുമോ? അപ്പം ഞാൻ എൻ്റെ ആൾക്കാരോട് ചോദിച്ചു, എന്താണ് ഇസ്രായേലിൻ്റെ കാശ് മേടിച്ചിട്ട് ബോംബ് കൊടുത്തത്? അല്ല, അത് ബോംബ് കൊടുക്കണ്ടെന്ന് പറഞ്ഞു. കൊടുക്കണ്ടെങ്കിൽ പിന്നെ കാശ് മേടിച്ചത് എന്തിനാടാ? ന്യായമല്ലേ? പുള്ളി പറഞ്ഞു, കാശ് വാങ്ങിച്ചിട്ട് പൂട്ടടിച്ചിട്ട് സാധനം കൊടുക്കാം അവന് സാധനം. അപ്പോൾ ട്രംപിൻ്റെ ന്യായം ഇത്രയേ ഉള്ളൂ. അല്ല, എന്തിനാ ചേട്ടാ ബോംബ് കൊടുത്ത്? കാശ് വാങ്ങി, കാശ് നേരത്തെ വാങ്ങിയിട്ട് ബീഡൻ തിന്നു കഴിഞ്ഞെന്ന്. ഇപ്പോൾ സാധനം കൊടുക്കില്ല, മര്യാദകളല്ലേ, അതുകൊണ്ട് അത് കൊടുക്കാൻ ഞാൻ പറഞ്ഞു. സംഗതി ഇതുപോലെ ഇദ്ദേഹം അടിച്ച് കലക്കുകയാണ്. സീസ് ഫയർ, അപ്പോൾ ഇസ്രായേൽ ഹമാസ് സീസ് ഫയർ. പുള്ളി പറഞ്ഞു, ദ സീസ് ഫയർ ഈസ് എ സ്റ്റെപ്പ് ഫോർവേഡ്, ബട്ട് ഇഫ് ദ ഹോസ്റ്റേജസ് ആർ ഇൻ റിലീസ്ഡ് വി നോ ഇസ്രായേൽ വിൽ ആക്ട് എഗെയിൻ. ഈ ബന്ദികളെ കൊടുത്തില്ലെങ്കിൽ ഇസ്രായേലിൻ്റെ സ്വഭാവം മാറും എന്ന് ഞങ്ങൾക്കറിയാം. So far, there has been no official statement from the office of Israeli Prime Minister Benjamin Netanyahu. ഈ പറഞ്ഞ കാര്യങ്ങളെപ്പറ്റി നെതന്യാഹു ഒരക്ഷരം മിണ്ടിയിട്ടുമില്ല. ട്രംപാണ് പറയുന്നത്, ഈ ബന്ദികളെ വിട്ടുകൊടുത്തില്ലെങ്കിൽ ഇസ്രായേൽ വിൽ സ്ട്രൈക്ക് ബാക്ക് അഗെയിൻ എന്ന് ആര് പറയുന്നു? ട്രംപ് പറയുന്നു. നെതന്യാഹു എന്ത് ചെയ്യുന്നു? മിണ്ടാതിരിക്കുന്നു. ഒരക്ഷരം മിണ്ടിയിട്ടില്ല. ബോംബ് കിട്ടിയതിനെ പറ്റി മിണ്ടിയില്ല, ഇത് നിങ്ങളെ കൊണ്ടുപോയിട്ട് വേറെ താമസിക്കുന്നതിനെ പറ്റി മിണ്ടിയിട്ടില്ല, ഒന്നും ചെയ്തില്ല. ആ മനുഷ്യൻ്റെ ഭാഗത്തുനിന്ന് ഒരു റിയാക്ഷനും ഇല്ല. പെർഫെക്റ്റായിട്ട് ഒരു ഇൻ്റർനാഷണൽ പ്ലേ എങ്ങനെ നടത്തണം എന്ന് ട്രംപും നെതന്യാഹുവും ഡെമോൺസ്ട്രേറ്റ് ചെയ്യുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. ഇനി ഇതെങ്ങനെ പ്രോഗ്രസ് ചെയ്യും എന്ന് കാത്തിരുന്ന് കാണാം. താങ്ക് യു.